മാർക്കൊന്നും സിനിമയല്ല പ്രശ്നം. അത് അല്ലേ, നമ്മൾ അതൊരു സിനിമയായിരുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദാറ്റ് ഈസ് ഇങ്ങനത്തെ സിനിമകൾ കാരണമാണ്. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്. സിനിമയ്ക്ക് അങ്ങനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. സിനിമ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ടൂർണമെൻറ്റിലായിട്ട് തന്നെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഇന്നത്തെ കളിയിൽ ലാസ്റ്റ് മാൻ കളിച്ച റണ്ണാണ് നമ്മുടെ ടീമിനെ കുറിച്ച് പ്രശ്നത്തിലാക്കിയത്. ബട്ട് വെരി ഹാപ്പി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ഇപ്പോൾ നാട്ടിലെ ഡ്രഗ്സും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്തരം പരിപാടികളൊക്കെ കൂടുതൽ ഐ തിങ്ക് സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികളിലേക്ക് കൂടുതൽ എത്തിക്കേണ്ടതാണ്. ഐ തിങ്ക് ക്രിക്കറ്റ് മാത്രമല്ല, ഫുട്ബോൾ ആണെങ്കിലും മാർഷൽ ആർട്സ് ആണെങ്കിലും ഈവൻ ഐ ഫീൽ ദാറ്റ് ഈ വീടുകൾ പണിയുമ്പോൾ തന്നെ വീട്ടിൽ മറ്റേ കുട്ടികൾക്ക് സെപ്പറേറ്റ് റൂമൊക്കെ പറയില്ലേ, ഐ തിങ്ക് ടുഡേസ് ടൈം അതും ഉണ്ടാകാൻ പാടില്ല. ലോട്ട് ഓഫ് ട്രാൻസ്പെറൻസി. പണ്ടത്തെ പോലെ തന്നെ ഫാമിലീസ് കൂടെ ഇരുന്ന് ഈ ന്യൂക്ലിയർ ഫാമിലി വന്നപ്പോൾ തൊട്ടുണ്ടായ സംഭവമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ബട്ട് ഐ ഫീൽ ദാറ്റ് കോർ ഇഷ്യൂ അതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഡ്രഗ്സിനെ കുറിച്ച് നമുക്കൊരു പ്രോഗ്രാം നടത്തേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അതാണ് പ്രശ്നം. വി ഓൾ നോ ഇറ്റ് അല്ലേ. ഏറ്റവും കൂടുതൽ പഠിപ്പും വിദ്യാഭ്യാസം എല്ലാം ഉള്ള ഒരു നാട്ടിൽ ഡ്രഗ്സ് കൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്നു കുട്ടികളിൽ, അല്ലെങ്കിൽ മറ്റേ ക്രൈം റേറ്റ് കൂടുന്നു. മാർക്കൊന്നും സിനിമയല്ല പ്രശ്നം. അത് അല്ലേ, നമ്മൾ അതൊരു സിനിമയായിരുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദാറ്റ് ഈസ് ഇങ്ങനത്തെ സിനിമകൾ കാരണമാണ്. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്. സിനിമയ്ക്ക് അങ്ങനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. സിനിമ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. ആക്ച്വലി കേരള സ്റ്റേറ്റിലേക്ക് ഡ്രഗ്സ് എങ്ങനെ വരുന്നു, എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തുന്നത്, ആരാണ് കാരിയേഴ്സ്, ഈ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടുകൊണ്ടിരുന്നത്. സിനിമയിൽ കണ്ടിട്ടുണ്ട്, പിന്നെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതേ പ്രോബ്ലം ഇപ്പോഴും നടക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാമിലൂടെ നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നു. അതാണ് നമ്മുടെ ഇഷ്യൂ. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇന്ന് ഇതൊക്കെ ടാക്കിൾ ചെയ്യുന്ന അതോറിറ്റീസ് ആണെങ്കിലും വേർ ഇറ്റ് ഈസ്, സ്കൂൾ ലെവലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട്. ബിക്കോസ് ഡ്രഗ്സ് ഇസ് എ വെരി ഡേഞ്ചറസ് തിങ്. എന്ന് വെച്ചാൽ അല്ല, സിനിമ മേഖലയിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് സിനിമ എപ്പോഴും പറയുമ്പോൾ എന്താ പറയുക, ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് പറയുമ്പോൾ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളെ തന്നെ ലിങ്ക് ബൈറ്റ് വെക്കുമ്പോൾ ആൾക്കാർക്ക് വായിക്കാനും സംസാരിക്കാനും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പബ്ലിക് ഫിഗറിലേക്ക് അത് പോകുമ്പോൾ ഉണ്ടാകുന്നത്. മോർ ദാൻ 30,000 കേസസ് വരുമ്പോൾ ചിലപ്പോൾ 9 കേസായിരിക്കും ഈ പറയുന്ന വളരെ പോപ്പുലറായ ആൾക്കാർ ഇൻവോൾവ് ആവുന്നത്. പക്ഷേ വാട്ട് അബൌട്ട് ദി 25,000 എക്സ്ട്രാ? അപ്പോൾ പ്രോബ്ലം എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ന്യൂസ് വാല്യൂ മേ ബി ഐ തിങ്ക് സിനിമയ്ക്ക്. സോറി, ഓക്കെ, ഇനി അടുത്ത കളിയിലേക്ക് കാണാം. കേട്ടില്ല. ഓ, നല്ല കാര്യമാണ്. ഗുഡ്, വെരി ഗുഡ്. അല്ല, ഞാൻ അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ആ ഇഷ്യൂ വേറെ, ഈ ഇഷ്യൂ വേറെ. അത് ഐ തിങ്ക് പേഴ്സണൽ ഇഷ്യൂസാണ്. നമ്മൾ പറയുന്ന ഒരു ജനകീയമായ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റൈറ്റ്? അപ്പോൾ താങ്ക് യു സോ മച്ച്.